മത്തായി പറഞ്ഞെങ്കിലും സ്വാഗതം പറയണമെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു ഔപചാരികതയുടെ ആവശ്യമില്ല. എന്നാലും നമുക്ക് ആരംഭിക്കാം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപക്ഷെ എൻ്റെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലായിരുന്നു എൻ്റെ വീട്. അപ്പോൾ അവിടെ എനിക്ക് വളരെ കുറച്ച് കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എൻ്റെ കൂട്ടുകാരെ കാണണമെങ്കിലോ അവരോട് സംസാരിക്കണമെങ്കിലോ വീടിൻ്റെ പറമ്പിൻ്റെ മൂലയ്ക്ക് പോയി ഒന്ന് ഉറക്കെ വിളിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒന്ന് പുറത്തേക്ക് വാ എന്ന് വളരെ കാഷ്വലായിട്ട് പറഞ്ഞാൽ പുറത്തിറങ്ങി വരും. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിക്കും. മലകളും കാടുകളും കയറി ഇറങ്ങാൻ പോകും. വീട്ടിൽ നിന്ന് കട്ടെടുത്ത മധുര പലഹാരങ്ങൾ പങ്കുവെച്ച് കഴിക്കും. അങ്ങനെ വളരെ അനൗപചാരികമായ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നാണ് കുട്ടിക്കാലം ഞാൻ കഴിഞ്ഞു പോകുന്നത്. എന്നാൽ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സൗഹൃദങ്ങൾ അല്പം വ്യത്യസ്തമാണ്. നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒന്ന് വാട്സാപ്പ് മെസ്സേജ് ഒന്ന് അയച്ചു നോക്കും. എടാ ഫ്രീ ആണോ, ഇപ്പം സംസാരിക്കാവോ, അല്ലെങ്കിൽ ഈ വീക്കെൻഡ് കാണാൻ പറ്റുമോ, സാറ്റർഡേ പറ്റത്തില്ല, എന്നാൽ സൺഡേ കൊച്ചിൻ്റെ സ്വിമ്മിംഗ് ഉണ്ട്, എന്നാൽ നമുക്ക് അടുത്ത സാറ്റർഡേ. ഓക്കെ, അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളെ കാണാൻ പോലും ഒരുപക്ഷേ തികച്ചും കോംപ്ലക്സായ ഒരു പ്രോജക്റ്റ് പ്ലാനൊക്കെ തയ്യാറാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ആരുടെയും ഒരു തെറ്റല്ല. നമ്മൾ വളർന്നു, കുട്ടിക്കാലത്ത് നിന്ന് വളർന്ന് നമുക്ക് ഉത്തരവാദിത്തങ്ങളായി, പ്രാരാബ്ധങ്ങൾ എന്ന് പറയേണ്ട, ഉത്തരവാദിത്തങ്ങളായി, കുടുംബമായി, കുട്ടികളായി, ചുമതലകളായി. അങ്ങനെ വരുമ്പോൾ ഇത് തികച്ചും സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെയുള്ള ആ സ്വാഭാവികതയ്ക്ക് ഒരു അസ്വാഭാവികത കൊണ്ടുവരാനാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കാണാനും അവരോടൊത്ത് ഒരുമിച്ചിരിക്കാനും ഒന്ന് ചിരിക്കാനും നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കാനും വീണ്ടും വീണ്ടും സംസാരിക്കാനും ഒക്കെയുള്ളൊരവസരം. ഒരുപക്ഷെ പഴയ എല്ലാ ഓർമ്മകളും നമ്മൾ പറയണമെന്നില്ല. ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഒളിച്ചു വെക്കാനും പറയേണ്ട കാര്യങ്ങൾ പറയാനുമൊക്കെയുള്ള ഒരു കൂട്ടായ്മ. അതാണ് ഈ ഓസ് കൈരളി എന്ന് നമ്മൾ വളരെ ചെറിയൊരു സംരംഭത്തിൽ നിന്ന് ആരംഭിച്ച് ഒരുപക്ഷെ വളരെ വളരെ വലുതായിക്കൊണ്ടിരിക്കുന്ന, വീണ്ടും വീണ്ടും കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കൂട്ടായ്മയുടെ ഉദ്ദേശം. അതുകൊണ്ട് ഇന്നാരും ഒരു സഭാകമ്പവും കൂടാതെ പുതുതായി കാണുന്നവരെ മനസ്സിലാക്കാനും അവരോട് സംസാരിക്കാനും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചിരിച്ചുകൊണ്ട് അവരോട് ഓണാശംസകൾ നേർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനും യാതൊരു മടിയും വിചാരിക്കാതെ യാതൊരു ഔപചാരികതയുടെയും കടമ്പകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്കെല്ലാവർക്കും ഇന്നിവിടെ ശ്രമിക്കാം. സാധാരണ ഇങ്ങനെ ഒരു സ്വാഗത പ്രസംഗത്തിൻ്റെ ഭാഗമായി ഞാൻ ഒത്തിരി കഥകൾ പറയുന്നു എന്നുള്ളൊരു കിംവദന്തി, ഒരു കരക്കമ്പി നാട്ടിൽ പറക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കഥയൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ കഥയ്ക്ക് പകരം അല്പം കാര്യം പറയാം, ഒരു ഫാക്ച്വൽ നോളജ്, ഇൻഫർമേഷൻ പറയാൻ വേണമെങ്കിൽ. ഒരുപക്ഷെ 2003 ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം ഒരു വലിയൊരു സങ്കടഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1908 മുതൽ 2003 വരെ ലോക ഒളിമ്പിക്സിൽ യാതൊരു മെഡലുകളും ആ ടീം നേടിയിട്ടുണ്ടായിരുന്നില്ല. എന്തിന്, സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും അത്യുഗ്രമായ ചാമ്പ്യൻഷിപ്പ് എന്ന് വിളിക്കുന്ന ടൂർ ദെ ഫ്രാൻസിൽ അവർക്ക് യാതൊരു പ്രാതിനിധ്യവും ഉണ്ടായിരുന്നു, യാതൊരു മെഡലുകളും കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഡേവ് ബ്രേസ്ഫോർഡ് എന്നൊരു പ്രോഗ്രാം കോച്ചിനെ അവർ ആ ടീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സാധാരണ അങ്ങനെ ഒരു കോച്ച് വന്നാൽ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മാറ്റങ്ങൾക്ക് തുടക്കമിടും, ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കി ഞാനൊരു ലീഡറാണ്, എൻ്റെ അധികാരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നതെന്ന് കാണിക്കാനായിട്ട് സാധാരണ കോച്ചുകളൊക്കെ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ അധികാര സ്ഥാനത്തുള്ള ആരും ശ്രമിക്കുന്നതാണ്. പക്ഷേ ഈ ബ്രെയിൻസ്ഫോർഡ് അല്പം തികച്ചും വ്യത്യസ്തനായിരുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങളിലൂടെ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതിനു പകരം ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെച്ചിരുന്ന തന്ത്രം. അതിൻ്റെ ഭാഗമായി 2003 നിന്ന് 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ അവരവിടുത്തെ 60% ഗോൾഡ് മെഡലുകൾ കരസ്ഥമാക്കി കഴിഞ്ഞു. 10ൽ 6 ഗോൾഡ് മെഡലുകൾ ബ്രിട്ടീഷ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിനായിരുന്നു കിട്ടിയിരുന്നത്. അതിനുശേഷം നടന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ ഏതാണ്ട് 9ഓളം ലോക റെക്കോർഡുകളും 7ഓളം ഒളിമ്പിക് റെക്കോർഡുകളും അവർ കരസ്ഥമാക്കി. എന്താണ് ഇങ്ങനെയുള്ളൊരു ഡ്രമാറ്റിക് ചേഞ്ച്, ഒരു നാടകീയമായ ഒരു മുന്നേറ്റം ആ ടീമിനുണ്ടായത്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
വലിയ മാറ്റങ്ങളല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ. അതായത് ഈ സൈക്ലിസ്റ്റുകളുടെ മസിൽ റിക്കവറിക്ക് ഉതകുന്ന രീതിയിൽ വളരെ ഇലക്ട്രിക്കലി ഹീറ്റഡായിട്ടുള്ള ഓവർഷോട്ട്സ് അവർക്ക് കൊടുത്തു. ഈവൻ അവരുടെ കിടക്കകളും തലയിണകളും വരെ വളരെ ഡിസൈൻ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള, അവരുടെ ഉറക്കം നശിപ്പിക്കാത്ത രീതിയിലുള്ള സംരംഭങ്ങൾ നടത്തി. അങ്ങനെ അവരെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ആ സൈക്ലിസ്റ്റുകളുടെ ദിനചര്യകളിൽ വരുത്തി കഴിഞ്ഞപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് അവർ ലോകത്തിലെ അത്യുഗ്ര ടീമായി മാറി. ഈവൻ ടൂർ ദേ ഫ്രാൻസിൽ പോലും അവർ മെഡലുകൾ നേടി. ഈ കഥയുടെ സാരാംശം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളല്ല, അഗ്രിഗേഷൻ ഓഫ് എ സ്മോളർ ചേഞ്ചസ്, വളരെ വളരെ മാറ്റങ്ങളുടെ, ചെറിയ ചെറിയ മാറ്റങ്ങളുടെ ഒരു കൂമ്പാരം. അങ്ങനെ ചെറിയ ചെറിയൊരു കൂട്ടായ്മയുടെ കൂമ്പാരമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എങ്ങനെയാണ് ഈ ഓസ്കറുകളുടെ ഓണവുമായി നമുക്ക് ബന്ധപ്പെടുത്താമെന്ന് ആലോചിക്കുമ്പോൾ നമ്മളിപ്പോൾ ആസ്വദിച്ച ഈ ഓണസദ്യ എന്തുകൊണ്ടും അതിന് ഉത്തമമായ ഒരു ഉദാഹരണമാണ്. നമ്മൾ ഓരോരുത്തരും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് കൊടുത്തുകൊണ്ട്, ഒരാളുടെ കോൺട്രിബ്യൂഷൻ വളരെ ചെറുതായിരിക്കാം, പക്ഷെ അത് നമ്മളുടെ ഈ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ആയപ്പോൾ വളരെ നല്ലൊരു ഓണസദ്യയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു ഓണസദ്യയായി നമ്മളിന്നിവിടെ സന്തോഷപൂർവ്വം വിഭവസമൃദ്ധമായ സദ്യ കഴിഞ്ഞു. ഓരോ കുഞ്ഞുങ്ങളെ നമ്മളിവിടെ ഓരോരോ പരിപാടിക്കായി നമ്മൾ ഒരുക്കുന്നു. എല്ലാവരും അവരവരുടേതായ കടമകൾ നിർവഹിച്ച്, എന്തിനീ സ്റ്റേജ്, ഈ ഒരുക്കങ്ങൾ എല്ലാം നമ്മൾ ഓരോരുത്തരും സന്തോഷപൂർവ്വം നമ്മൾ ചെയ്യുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ജോലിയെടുത്തെന്നോ എത്രത്തോളം ബുദ്ധിമുട്ടിയെന്നോ എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ കാണുന്നു, സന്തോഷപൂർവ്വം അവരോട് പെരുമാറുന്നു, സംസാരിക്കുന്നു, നമ്മുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നു. അങ്ങനെ ഈ ദിവസം മുന്നോട്ട് പോകട്ടെ എന്ന് നിങ്ങളെല്ലാവരെയും ആശംസിച്ചുകൊണ്ട്, സന്തോഷപൂർവ്വം എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഹാപ്പി ഓണം. താങ്ക് യു.